നമ്മുടെ കോട്ടയം ജില്ലയിലെ ഒരു അടിപൊളി സ്ഥലമാണിത്. ഇതേത് സ്ഥലമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ കാണുന്ന ഫുഡ് കോർട്ടുകൾ, ഫുഡിൻ്റെ ഒരു ഭയങ്കര വൈബുള്ള ഒരു സ്ട്രീറ്റ്, ഒരു ഫുഡ് സ്ട്രീറ്റ്. ഞാൻ ഇറങ്ങിയൊന്നും കാണിക്കുന്നില്ല, ഒരു ഓട്ടപ്രദർശനം നടത്താം. ഒത്തിരി ഹോട്ടലുകളുണ്ട് ഇവിടെ. ഹോട്ടലുകൾ, പിന്നെ നല്ല ജ്യൂസ് കുടിക്കാനുള്ള കടകൾ, അങ്ങനെയുള്ള കുറേ കടകൾ രണ്ട് സൈഡും, ആ റോഡിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ കടകളാണ്. ഇഷ്ടം പോലെ വണ്ടികളാണ്, ഇഷ്ടം പോലെ കാറുകൾ. ഫുഡ് കഴിക്കാൻ തന്നെ ആൾക്കാർ, നമ്മുടെ വിദേശത്ത് പോയ എല്ലാവരും ക്രിസ്മസ് പ്രമാണിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ അവരെല്ലാം തന്നെ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. റോഡ് മുഴുവൻ ഭയങ്കര ട്രാഫിക്ക്, ഭയങ്കര തിരക്കുകളാണ്. ഒരു മണിക്കൂറുകളെടുത്തു ഒരു 50 കിലോമീറ്റർ യാത്ര ചെയ്യാൻ, അതുപോലെ ട്രാഫിക്കാണ്. നമ്മുടെ വിദേശത്ത് പോയ എല്ലാ ആൾക്കാരും കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് എല്ലാ കടകളും നിറച്ച ആളാണ്. ഇഷ്ടം പോലെ വണ്ടികൾ, ഇഷ്ടം പോലെ ആൾക്കാർ, മൊത്തത്തിൽ നല്ല മ്യൂസിക്കുകൾ. നമ്മളൊരു വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റൊക്കെ എല്ലായിടത്തും കാണും. നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. വിരലെണ്ണാവുന്ന ചില സ്ഥലങ്ങളൊക്കെ അതിലേക്ക് ഉണ്ടെന്ന് മാത്രം. എന്നാൽ ഈ കോട്ടയത്ത് ഇതുപോലെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഞാനും തന്നെ വളരെ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ വഴിക്ക് വരാൻ വേണ്ടി വന്നതല്ല. അവിടെ വഴി ട്രാഫിക് ആയതുകൊണ്ട് ഒരു വിധത്തിലും പോകാൻ മേലാതെ പോലീസുകാരൻ ഈ വഴിയെ നമ്മളെ കയറ്റി വിട്ടതാണ്. വഴി തെറ്റി ഞാൻ കയറി വന്നതാണ്. വഴി തെറ്റി കയറി വന്നപ്പോൾ ഈ വൈബ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്ര മനോഹരമായ സ്ഥലങ്ങൾ, എന്ത് കടകളാണെന്നറിയോ, ഇഷ്ടം പോലെ കടകൾ. ബാർബിക്യൂ കിട്ടുന്ന കട, പൊരിച്ചത്, മന്തിയ, ഗിന്തിയ എന്ന് വേണ്ട, തട്ടുദോശ തൊട്ട് മസാല ദോശ തൊട്ട് പിന്നെ ഓംലെറ്റ് എന്ന് ഏത് വേണം. ഇനിയിപ്പോൾ ഹൈ ലെവലിൽ ഇച്ചിരി സീ ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ സീ ഫുഡിന് പറ്റിയ ഹോട്ടലുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാണേലും ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ സ്ഥലം കാണിച്ചു. ഈ കോട്ടയംകാർക്കോ ആർക്കെങ്കിലും ഇതുണ്ട്, വണ്ടികൾ ഇറങ്ങി വരുന്നതെല്ലാം കണ്ടല്ലോ, ഇതെല്ലാം ഓരോരോ പ്രസ്ഥാനങ്ങളാണ്. ആർക്കെങ്കിലും ഈ സ്ഥലം എവിടെയാണെന്ന് ഒന്ന് ഗസ് ചെയ്യാമെങ്കിൽ ഒരു പ്രത്യേക സമ്മാനം ഞാൻ തരാം. എന്നാണേലും ഇത് കോട്ടയം ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഫുഡ് കഴിക്കേണ്ട ആൾക്കാർ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് പോരുക. നല്ല രസമാണ്, മൊത്തം വൈവാണ്. കിലോമീറ്ററുകളാണ് ഈ ഫുഡ് സ്ട്രീറ്റ് എന്നുള്ളതാണ്. ഭയങ്കര രസം. നമുക്ക് കാറിൽ പോകാൻ, കാറ് പാർക്ക് ചെയ്യാം. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ ഇപ്പോഴും ആ സ്ട്രീറ്റ് തീർന്നിട്ടില്ല. ഇടയ്ക്കൊക്കെ ഇച്ചിരി ഗ്യാപ്പൊക്കെ വരുന്നെന്നുള്ളതുള്ളൂ. എന്നാലും അത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അടുത്തടുത്ത സാധനങ്ങൾ വരുന്നു. ഏതൊക്കെയാലും നിങ്ങൾ കണ്ടത് ആസ്വദിക്കുക. എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. ഓരോ ഭയങ്കര ലൈറ്റിങ്. ശരിക്കും ഈ കേരളത്തിലൂടെ നടന്നിട്ട് ഇത്രയും രസമായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും കണ്ടില്ല. വളരെ രസമായിരിക്കുന്നു, വളരെ ഭംഗി. ഇതെല്ലാം ഓരോ ഹോട്ടലുകളാണ്. പിന്നെ റെസ്റ്റോറൻറ്റുകൾ, സീ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ എന്ന് വേണ്ട എല്ലാം വെറൈറ്റി, എല്ലാം ഫുള്ളാണ്. ആൾക്കാരും ഇവിടെ നിറച്ച് വണ്ടി പാർക്ക് ചെയ്ത് എല്ലാവരും കഴിക്കുന്നുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ ഈ അതിപ്രസരം കാരണം റെസ്റ്റോറൻറ്റിൻ്റെ പേരൊക്കെ ചിലപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. LED ലൈറ്റ് ഇടുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, LEDക്ക് ഒരു റിഫ്ലക്ഷൻ വരും. ആ റിഫ്ലക്ഷൻ വന്നിട്ട് ക്യാമറയിൽ കാണുമ്പോൾ ഓവർ ലൈറ്റായിട്ട് നമുക്കത് വായിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. എന്നാണേലും ഇതൊരു ഭയങ്കര രസമുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇനി കോട്ടയം ഭാഗത്തൂടെ അതുണ്ട് ബാർബിക്യൂ BBQ റെസ്റ്റോറൻറ്റ്. വളരെ ഫേമസ് ആയ ഒരാളുടെ റെസ്റ്റോറൻ്റാണ്. ആരാന്ന് ഞാൻ പറയുന്നില്ല. ഞാനവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത് എനിക്ക് വ്യക്തിപരമായിട്ട് ആ റെസ്റ്റോറൻറ്റ് അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. വളരെ പ്രശസ്തനായ ഒരു മനുഷ്യൻ്റെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുണ്ട്. ഈ റൂട്ടിൽ വന്നാൽ ഇത് കണ്ടോ, ചെറിയ തട്ടുകടകൾ, കുഞ്ഞു തട്ടുകളുണ്ട്. ഐസ്ക്രീം വിൽക്കുന്ന കട, ചെറിയ തട്ടുകട, ചായ വിൽക്കുന്ന കട, ബൂസ്റ്റർ ചായ വിൽക്കുന്ന കട, കണ്ടോ കുഞ്ഞു തട്ടുകളാണ്. എന്നാ രസമാണെന്നറിയോ, എല്ലാ LED ലൈറ്റും എല്ലാം ഇട്ട് എല്ലാ കടയിലും ഇഷ്ടം പോലെ കച്ചവടമുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഒരു ബിസിനസ് ആണെങ്കിലും ഒരേ ടൈപ്പ് കടകൾ ഒത്തിരി ഉണ്ടെങ്കിൽ എല്ലാ കടയിലും കച്ചവടം കിട്ടും.
അതാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം ഇത്രേ ഉള്ളൂ. ഏത് ബിസിനസ് ആണെങ്കിലും ഒന്നിച്ച് തന്നെ ചേർന്നിരിക്കുവാണെങ്കിൽ എല്ലാ കടകളിലും കച്ചവടം കിട്ടും. അല്ല അയൽവക്കംകാരൻ കട വന്നെന്നോർത്ത് നമ്മുടെ കച്ചവടം പോകുന്ന ഒരിക്കലും തെറ്റിദ്ധരിച്ചേക്കില്ല. എത്ര കടയുണ്ടോ അത്രയും കച്ചവടം കിട്ടുകയുള്ളൂ, അത്രയും വെറൈറ്റി സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ചെയ്യുക. അപ്പോൾ ചായക്ക് 15 രൂപയാണ്, എല്ലാവരും 15 രൂപ മേടിക്കുക. ദോശയ്ക്ക് 10 രൂപയാണ്, എല്ലാവരും ദോശയ്ക്ക് 10 രൂപ മേടിക്കുക. അങ്ങനെ എല്ലാവരും മാന്യമായ രീതിയിൽ നാട്ടിൽ നടപ്പുള്ള ഒരു റേറ്റ് മേടിച്ചുകൊണ്ട് എല്ലാവരും ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെല്ലാം ഓരോ റെസ്റ്റോറൻറ്റുകളാണ്. ഇതിപ്പോൾ സമയം കുറച്ച് ആയിട്ടുണ്ട്. ഇത്രയും സമയം ആയിക്കഴിഞ്ഞു. ഈ റെസ്റ്റോറൻറ്റുകളെല്ലാം സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇതേത് സ്ഥലമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. എന്താണേലും ഒരു ഗിഫ്റ്റ് ചെയ്യാൻ തരുന്നതായിരിക്കും.